ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. സച്ചേട്ട് പിന്നെ സന്ദീപിനോട് പറഞ്ഞില്ല? അത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ സന്ദീപിനെ കണ്ടു. സന്തോഷം കൊണ്ട് ഞാൻ അവനോട് മാത്രം പറഞ്ഞു. അവനോട് മാത്രം പറഞ്ഞു പോലും? അവനത് ആതിരയോട് പറഞ്ഞു. അവൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. ഇനി അറിയാൻ ഒരാൾ പോലും ബാക്കിയില്ല. എത്രയായി? 50. ഇത് നോക്കാനൊക്കെ അറിയാലോ അല്ലേ? ആർക്ക്? എനിക്കോ? നിങ്ങൾക്കല്ല, വൈഫിന്. പിന്നെ അറിയായിരിക്കും. അറിയാനൊന്നുമില്ല, രണ്ടുപേരെ തെളിയുന്നുണ്ടോ നോക്കിയാ മതി. ഇതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് തന്നെയാ. ഇത് തെറ്റില്ല. ശരി, താങ്ക്സ്. പാവം, ആദ്യമായിട്ടാന്ന് തോന്നുന്നു. സച്ചേട്ടാ, സാധനം കിട്ടിയോ? കിട്ടി. ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങാൻ പോയതിന്റെ വെപ്രാളാണോ ഇത്? ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റിന് മരുന്ന് വാങ്ങാൻ പോയ പോലെ ഉണ്ടല്ലോ. ഹാർട്ട് അറ്റാക്കിന് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ ഏട്ടാ? അതെ, ഞാനേ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛനാവാൻ പോവല്ലേ, ടെൻഷൻ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം അച്ഛാ, ഗർഭിണികളുടെ എണ്ണം ഈ വീട്ടിൽ കൂടി കൂടി വരിക. അർച്ചന പ്രഗ്നന്റ് ആവാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചത്. സത്യമാണ് മോളെ, അർച്ചനയ്ക്കും സച്ചിക്കും ഒരു കുഞ്ഞുണ്ടായി കാണാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. ഇന്നെങ്കിലും അതിനൊരു ഫലം ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഡോക്ടർ എന്നെല്ലാം മിടിക്കുകയാണെന്നാ സച്ചിയേട്ടനും അർച്ചനടുത്തും പറഞ്ഞത്. ഞാൻ ഇന്റർനെറ്റിൽ നോക്കി, അവരെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ വളരെ നല്ലതാ. ഓ, അതിലൊന്നും ഒരു കാര്യവുമില്ല. കാശ് കൊടുത്താ എത്ര റിവ്യൂ വേണമെങ്കിലും കിട്ടും. അതിനിവിടെ ഒരുപാട് ഏജൻസികളുണ്ട്. അതൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഈ ഡോക്ടർ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളില്ലാത്ത വിഷമവുമായി അവരുടെ അടുത്ത് ചെന്നിട്ടുള്ള എല്ലാ ദമ്പതികൾക്കും അവരുടെ ചികിത്സ കൊണ്ട് ഫലം ഉണ്ടായിട്ടുണ്ട്. ഫലം ഉണ്ടായോ ഇല്ലയോന്ന് ഇപ്പൊ നമുക്കറിയാലോ. ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അർച്ചനേട്ടത്തിന്റെ പ്രഗ്നൻസിയുടെ കാര്യം അവന്തി കേട്ടതിക്ക് അത്ര സന്തോഷമായിട്ടില്ല. എങ്ങനെയാവും, അവളും ഒരു പെണ്ണല്ലേ. അർച്ചനയ്ക്കും ആതിരയ്ക്കും കുഞ്ഞുങ്ങളായി, സ്നേഹയും പ്രഗ്നന്റായി. അർച്ചനയുടെ പ്രഗ്നൻസിയുടെ കാര്യത്തിലും ഏതാണ്ടൊരു തീരുമാനമായി. പിന്നെ ഈ വീട്ടിൽ കുട്ടികളില്ലാത്തത് ആർക്കാ? അവന്തിക്ക് മാത്രമല്ലേ. അതിന്റെ വിഷമം അവളുടെ ഉള്ളിൽ കാണും. നീ അതിന്റെ പിന്നാലെ നടന്ന് കളിയാക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഓ, മനസ്സിലായി. പക്ഷേ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ലല്ലോ അവന്തി കേട്ടതിക്ക്. അർച്ചന, പ്രഗ്നൻസി കിറ്റ് റെഡി. താനെന്തിനാ വാതിലടച്ചേ? എന്ത് പണിയാ സച്ചേണ്ണി കാണിച്ചേ?
ആരോടും പറയാതെ പോയി വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞിരുന്നേ. ഇതിപ്പോ ഇവിടെ എല്ലാവരും അറിഞ്ഞു. അച്ഛൻ വരെ വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി. ആ അത് കൊള്ളാം. അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. സച്ചേട്ട് പിന്നെ സന്ദീപിനോട് പറഞ്ഞില്ല? അത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ സന്ദീപിനെ കണ്ടു. സന്തോഷം കൊണ്ട് ഞാൻ അവനോട് മാത്രം പറഞ്ഞു. അവനോട് മാത്രം പറഞ്ഞു പോലും. അവനത് ആതിരയോട് പറഞ്ഞു. അവൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. ഇനി അറിയാൻ ഒരാൾ പോലും ബാക്കിയില്ല. ഇതിനേക്കാളും നല്ലതേ ഒരു മയക്ക് വെച്ച് കെട്ടി പറയുന്നതായിരുന്നു. എടോ അതിനെന്താ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ എത്ര നാളായിട്ട് ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ മാത്രമല്ല, ഇവിടെ എല്ലാവരും. സന്തോഷം കൊണ്ടല്ലേ ആതിരെല്ലാരോടും പറഞ്ഞത്. ഈ സച്ചേണ്ട ഒരു കാര്യം, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വിശേഷമായോ ചോദിക്കുമ്പോ എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചേട്ടാ, ഇതൊക്കെ നമ്മൾ മാത്രം സ്വകാര്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാ പോരായിരുന്നോ? എന്നിട്ടൊന്ന് ചിരിക്കുന്നുണ്ടല്ലേ. എന്ത് ചെയ്യാനാടോ, പറ്റിപ്പോയി. താൻ വിട്ടുകളാം. എടോ, താനൊരു അമ്മയും ഞാനൊരു അച്ഛനും ആകാൻ പോകുന്നതിന്റെ അഭിമാനത്തെക്കാൾ വലുതായി വേറെ നമുക്ക് എന്താ ഉള്ളത്? അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വിട്ടേക്ക്. താൻ ആദ്യം സംഗതി സത്യമാണോ നോക്ക്. എനിക്ക് ടെൻഷൻ കൊണ്ട് നിൽക്കാൻ വയ്യ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? താനൊന്ന് പെട്ടെന്ന് നോക്ക്. ദാ ഒന്ന് എണീറ്റ്. എന്തിന് പറയാം, എണീക്ക്. എഴുന്നേക്കാന്? ഇങ്ങോട്ട് വന്നേ. വാ, എണീക്ക്. വാ. അർച്ചന, ഏയ്, വരാൻ. എന്താ? ഏയ്, കാര്യം പറ. ഇങ്ങ് വാ. ഏയ്, എന്താ? ഞാൻ പറയാം, എന്താ ഇങ്ങോട്ട് അർച്ചന? വന്നേ. എന്താ? എന്തിനാ? അല്ല അർച്ചന, ഞാനെന്തിനാ പുറത്തു പോന്നേ? ഇറങ്ങ, പുറത്തിറങ്ങ. ഞാൻ ഇറങ്ങി പോ പുറത്ത്. ഏയ് എന്താ ഇതെന്താ സച്ചിയേട്ട പുറത്താക്കുന്നേ? അതെ, ഞാൻ തെറ്റ് ചെയ്തു. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങാൻ പോകുന്നത് ഇത്രയ്ക്കും വലിയ കുറ്റമാണോ? എടാ സന്ദീപേ, നിന്നോട് ഞാൻ ആരോടും പറയില്ലെന്നല്ലേ പറഞ്ഞത്? അത് ദേ, ഞാൻ ഇവളോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഓഹോ, അതിനിപ്പോ എന്താ? ഇതങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമാണോ? അതിരിക്കട്ടെ, ചേച്ചി നോക്കിയോ? ഇല്ലെന്നേ. നോക്കാൻ പറഞ്ഞാനാ എന്നെ പിടിച്ച് പുറത്താക്കിയത്. ഞാൻ വരണോ? ദേ, ഇവളെ പിടിച്ചോ. ഇതൊക്കെ നോക്കിയേ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ അല്ലേ? ആരും വരണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ല അർച്ചന, ഞാൻ ഏയ്. ശ്ശോ.